നമസ്കാരം, ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിക്ക ആളുകളും എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. പക്ഷേ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ദോഷങ്ങൾ കൂടുതലാണ്. ഈ ദോഷങ്ങൾ മാറ്റാൻ ചില വഴികൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എണ്ണമയമുള്ള ഭക്ഷണങ്ങളുടെ ദോഷങ്ങൾ മാറ്റാൻ ചില വഴികളുണ്ട്. ഇവ കഴിച്ചതുകൊണ്ടുണ്ടാകുന്ന വയർ സംബന്ധമായ അസ്വസ്ഥതകൾ അകറ്റാനും ഇതേറെ നല്ലതാണ്. ഏതെല്ലാമാണ് ആ വഴികളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. സ്വാദിഷ്ടമാണെങ്കിലും ആരോഗ്യത്തിന് ഏറെ ദോഷം വരുത്തുന്നവയാണ് എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ. വറുത്തതും പൊരിച്ചതും അധികം എണ്ണ ചേർത്ത് തയ്യാറാക്കുന്നതുമായ ഭക്ഷണ വസ്തുക്കൾ ഈ ഗണത്തിൽ പെടുന്നു. പൊതുവെ ഇവ സ്വാദിഷ്ടമാണ്, എന്നാൽ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. വയറിനും ഇവ കഴിച്ചാൽ അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എങ്കിലും രുചിയും കൊതിയും കൂടിയാകുമ്പോൾ പലരും ഇത് കഴിക്കുന്നത് പതിവാണ്. ഇവ കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ ചില വഴികളുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം. നല്ല ഉറക്കം. ദഹനത്തിന് നല്ല ഉറക്കം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കക്കുറവ് കൂടുതൽ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് പിറ്റേന്ന് ഗ്യാസ്, ബ്ലോട്ടിംഗ്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. നന്നായി ഉറങ്ങുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുന്നു. എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് എളുപ്പത്തിൽ ദഹിക്കാൻ ഉറക്കം സഹായിക്കുന്നു. മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം കഴിക്കുന്നത് നല്ലതാണ്. ഇവ നിങ്ങളുടെ പേശികളെ സുഖപ്പെടുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും. സാവധാനം നടക്കുന്നത്. കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച ശേഷം 30 മിനിറ്റ് സാവധാനം നടക്കുന്നത് ദഹനത്തിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ദഹനം മെച്ചപ്പെടുത്താൻ നടത്തം സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് വയറ്റിലെ ചലനം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ഭക്ഷണം കഴിച്ച ഉടൻ വേഗത്തിൽ നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് തടയും. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരിയായ രീതിയിൽ നിലനിർത്താനും സഹായിക്കും. ഭക്ഷണം കഴിച്ച ശേഷം കഠിനമായ വ്യായാമ മുറകൾ ഒഴിവാക്കുക, പ്രത്യേകിച്ചും രാത്രി സമയത്ത്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണക്രമം മുൻകൂട്ടി തീരുമാനിക്കുന്നത് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാൻ സഹായിക്കും. നല്ല പ്രഭാത ഭക്ഷണം ദിവസം മുഴുവൻ ഊർജം നൽകുന്നു. എണ്ണപ്പലഹാരങ്ങൾ കഴിച്ചാൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ പച്ചക്കറികളും ധാന്യങ്ങളും നിർബന്ധമായും ഉൾപ്പെടുത്തുക. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക. അത്താഴം ലഘുവായി കഴിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഭക്ഷണം നന്നായി ചവച്ചരിച്ച് കഴിക്കുക. ഇത് ദഹനത്തെ സഹായിക്കുന്നു. പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യോഗോട്ട് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എണ്ണപ്പലഹാരങ്ങൾക്കൊപ്പവും ഭക്ഷണത്തിനൊപ്പവും സാലഡുകൾ, ഇലകൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ദോഷം കുറയ്ക്കുന്നു. ഇളം ചൂടുവെള്ളം. എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ച ശേഷം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. വെള്ളം പോഷകങ്ങളുടെയും മാലിന്യങ്ങളുടെയും വാഹകനായി പ്രവർത്തിക്കുന്നു. ഇത് ദഹനത്തിന് സഹായിക്കുന്നു. നാരങ്ങ വെള്ളം, ഹെർബൽ ടീ തുടങ്ങി ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന പാനീയങ്ങളും ഏറെ നല്ലതാണ്. പാനീയങ്ങൾ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.